നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സുനു. ഞങ്ങൾ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. 2023 ഫെബ്രുവരി 10 ഞാൻ ആദ്യമായി അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ വന്നതല്ല, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിലേക്ക് അമ്മ എന്നെ വിളിച്ച് അമ്മ എനിക്ക് തന്ന വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാൻ ഈ അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും നിൽക്കാൻ എന്നെ സഹായിച്ച എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. എനിക്ക് 43 വയസ്സുണ്ട്. മൂത്ത കുട്ടിക്ക് 10 വയസ്സായിട്ടും രണ്ടാമതൊരു കുഞ്ഞിനെ എനിക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ വന്ന നിയോഗങ്ങൾ എല്ലാവരും വെക്കുന്നത് പോലെ നിയോഗത്തിൽ എനിക്ക് രണ്ടാമതൊരു കുട്ടിയെ വേണമെന്ന് ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്നില്ല. പക്ഷേ ജീവിതകാലം മുഴുവനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ജീവിക്കണമെന്ന് ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അമ്മ എനിക്ക് അതിനുള്ള അനുഗ്രഹം തന്നു. ഉടമ്പടി രണ്ടാമത് പുതുക്കി 2ാമത്തെ മാസം ഞാൻ 10 വർഷത്തിന് ശേഷം രണ്ടാമത് പ്രഗ്നൻ്റായി. എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്, സുനുവിന് 43 വയസ്സുള്ളത് കൊണ്ട് രണ്ടാമത് ഈ കുഞ്ഞിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല, ഇതിനെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനാണിത്. ചേട്ടൻ്റെ പേര് മെർലിൻ വിനോ. ഞങ്ങൾക്ക് രണ്ടും ഒരേ ഏജാണ്. ചേട്ടന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടി മന്ദബുദ്ധിയാകാൻ സാധ്യതയുണ്ട്, കാരണം സുനുവിന് 43 വയസ്സുള്ളത് കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ഈ കുഞ്ഞിനെ കിട്ടാൻ സാധ്യത ഒട്ടും ഇല്ലെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഡോക്ടറെ, ഞാൻ അമ്മയുമായി ഉടമ്പടിയിൽ ജീവിക്കുന്നവളാണ്, എൻ്റെ അമ്മ എന്നെ നോക്കിക്കോളും, എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളും എന്ന്. ഈ 10 വർഷത്തിന് ശേഷം യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ ഈ ഉടമ്പടി എടുത്ത് രണ്ടാമത് പുതുക്കിയതിന് ശേഷം അമ്മ എനിക്ക് തന്ന കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ 9ാം മാസം എനിക്ക് അമ്മ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി തന്നു. ഇപ്പോൾ അവന് 10 മാസമായി. ഞാൻ വൈകിട്ടും രാവിലെയും പ്രാർത്ഥിക്കുമ്പോൾ അവൻ അമ്മയെ നോക്കി അമ്മേ അമ്മേ അമ്മയെന്ന് എപ്പോഴും വിളിക്കും, യേശപ്പാന്നും വിളിക്കും, തലയാട്ടി വിളിക്കും. അതുപോലെ ഞാൻ ഗവൺമെൻറ് സ്റ്റാഫാണ്. ഞാൻ പഞ്ചായത്തിൽ ആദ്യം ജോലി ചെയ്തപ്പോൾ എനിക്ക് 2ാം ശനി അങ്ങനെ ഗവൺമെൻറ് ഹോളിഡേ ഒക്കെ മാത്രമേ എനിക്ക് രോഗികളെ കാണാൻ പോകാനൊക്കെ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കൂടുതൽ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു അവസരം കൂടി അമ്മ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ആ മാസം തന്നെ അമ്മ എനിക്ക് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മെഡിക്കൽ വകുപ്പിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആക്കി തന്നു. അതുകൊണ്ട് എനിക്ക് നിരന്തരം രോഗികളെ കാണാനും എന്നെക്കൊണ്ടാവുന്ന പോലെ അവർക്ക് ശുശ്രൂഷകൾ ചെയ്യാനും അങ്ങനൊരു വലിയ ഭാഗ്യം കൂടെ അമ്മ എനിക്ക് തന്നു. അമ്മ എനിക്ക് തന്ന ഈ വലിയ ഭാഗ്യത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലതവണ അമ്മയെ പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ അമ്മ അടുക്കളയിൽ നിൽക്കുന്നു. ഞാൻ ചേട്ടനെ വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ മാഞ്ഞു പോയി. ചേട്ടനും എന്നോട് ചോദിക്കാറുണ്ട്, നീ ആരോടാ സംസാരിക്കുന്നതെന്ന്. അങ്ങനെ നീലത്തിരിയിലും പച്ചത്തിരിയിലും ഒക്കെ അമ്മ നിൽക്കുന്ന അതേ രീതിയിൽ തന്നെ പല രീതിയിലും എനിക്ക് അമ്മയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം 1000 നന്ദി ഞാൻ പറയുന്നു. അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ നമ്മൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും നമ്മുടെ ജോമോൾ സിസ്റ്ററിനും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി ഞാൻ എപ്പോഴും പറയുന്നു. ഇയാൾ തരയിൽ കയറി അമ്മയുടെ തിരുക്കുമാരനെയും ഞാൻ മഹത്വപ്പെടുത്തി പറയാൻ എനിക്കൊരവസരം തന്ന ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഈ ജീവിതകാലം മുഴുവനും അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയെ അറിഞ്ഞു ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം വീണ്ടും വീണ്ടും നന്ദി പറയുവാണ്. ഞാൻ എൻ്റെ നല്ല കാലത്താണ് ഉടമ്പടി എടുത്തതെന്ന് വിചാരിക്കുന്നു. എൻ്റെ തലമുറകളെ ദൈവത്തെ അറിഞ്ഞു ജീവിക്കാൻ തമ്പുരാനെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്ത എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു, ഭൂമിയിലെ എല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കർത്താവിന് കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സുനൂപി പത്തനംതിട്ട തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഇവർക്ക് ലഭിച്ച വലിയ അനുഗ്രഹം തന്നെയാണ് 10 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിക്കുക ചെയ്തതാണ്
ഇവർക്ക് ദൈവം ഈ തിരുമുമ്പിൽ സാക്ഷിയാകുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇവരെ അനുഗ്രഹിക്കുക ചെയ്തത്. ഉടമ്പടിയെടുത്ത് പുതുക്കലിന് ശേഷമാണ് ഇവർക്ക് കുഞ്ഞ് കൺസീവ് ആവുന്ന കാര്യങ്ങൾ ലഭിക്കുക. കാരണം അതിനുശേഷമാണെങ്കിലും ഡോക്ടറിനെ കാണുമ്പോൾ തൻ്റെ ഏജ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ 43 മാസമായതുകൊണ്ടും മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് ഡോക്ടർ കാര്യങ്ങളൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നാൽ ഉടമ്പടിയിൽ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. എന്നാൽ ഡോക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട് കുഞ്ഞിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും എന്നുള്ളത്. എന്നാൽ ഈ കുടുംബം പരിശുദ്ധ അമ്മയിലുള്ള ഉറച്ച വിശ്വാസം, അമ്മ തന്ന കുഞ്ഞാണ്, അമ്മ തന്നെ സംരക്ഷിക്കുന്ന ഒരു ബോധ്യം തന്നെയാണ് ഈ കുഞ്ഞിനെ എൽത്താരയ്ക്ക് മുമ്പിൽ സാക്ഷിയാക്കുവാനും ഈ കുടുംബത്തിന് പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എൽത്താരയിൽ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് മാറാനായിട്ട് ഇവർ അനുഗ്രഹിക്കുക ചെയ്തത്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും തനിക്കുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ഗവൺമെൻറ് ജോലിയിലേക്ക് അത് പൂർണ്ണമായിട്ട് മറ്റുള്ളവരൊക്കെ സഹായിക്കുന്ന രീതിയിൽ ആ ജോലി ലഭിക്കുകയും അതിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന രീതിയിൽ ശുശ്രൂഷയുള്ള വലിയ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ ഇവർക്ക് നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനി ഈ കുടുംബത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.